നമുക്ക് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. കലത്തപ്പെന്നും ഒക്കെ പറയും കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. ഒരു 4 ഏലക്കയും 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. 5 മണിക്കൂർ കുതിർത്ത അരി അര കപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 250 ml ബൗൾ അത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക കേട്ടോ. അത് മാറ്റി വെക്കുക. പിന്നീട് അടി കട്ടിയുള്ളൊരു പാത്രം, അലുമിനിയം കുക്കറാണെങ്കിൽ നല്ലത്. അതിലേക്ക് ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചുമക്കെ വറുക്കുക. ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെ. അതിനുശേഷം 150 ഗ്രാം ശർക്കര നന്നായിട്ട് തിളപ്പിച്ച് വെച്ച് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് കലക്കുക. നന്നായിട്ട് ചൂടോടെ ആകുമ്പോൾ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് കലക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതിനുശേഷം ആ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിലേക്ക് ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് 1/4 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നീട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ തന്നെ അത് കുക്കറിലേക്ക് വെക്കുകയാണ്, അതുകൊണ്ടാണ് അത് ചൂടോടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ചുമക്കെ മൂപ്പിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിലേക്കും ഉള്ളിയിലേക്കും ഇതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം വേറൊരു അടുപ്പിനകത്ത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം, ചെറിയ അപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം നമ്മൾ അത് കുക്കർ അടച്ച് വെച്ചു. അതിൻ്റെ ബിസിലടിക്കുന്ന ആ മുകളിലത്തെ ഭാഗം ഞാൻ ഊരി വെച്ച് കൊടുത്തു. നമ്മൾ അതിൻ്റെ മീഡിയം തീയിലാണ് നമ്മൾ കുക്കർ വെക്കേണ്ടത്. പിന്നീട് നമുക്ക് അപ്പം ചുടുന്നൊരു പാത്രം, കുഴിയുള്ളൊരു പാത്രം എടുക്കുക. അപ്പത്തിൻ്റെ പാത്രം അങ്ങനെയാണല്ലോ. അതിലേക്ക് 2 കപ്പ് ഓയിൽ ഒഴിക്കുക, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുക, അടച്ച് വെക്കുക. 2 മിനിറ്റിനുള്ളിൽ കലത്തപ്പം റെഡി, ചെറിയ കലത്തപ്പം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.